ലഹരിമരുന്നിന്റെ വേരറുക്കാൻ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി. തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പദ്ധതി ജൂൺ 1 മുതൽ നടപ്പിലാക്കാനാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് ഉന്നതതല യോഗത്തിലെ തീരുമാനം. പോലീസ് അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി സഹകരിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. ഹരി മോഹനുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഹരി, കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് മറ്റൊന്നുമല്ല, അത് ലഹരിയാണ്. യുവതി യുവാക്കളെയും വിദ്യാർത്ഥികളെയും പെൺകുട്ടികളെയും അങ്ങനെ സമൂഹത്തെയാകെ കാർന്നു തിന്നുന്ന മാരക ലഹരി, രാസലഹരി കൂട്ടിടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ ചാർജ് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഭരണം ഏറ്റെടുത്ത ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരമൊരു നീക്കം നടത്തുന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. ഉറപ്പായും നമുക്കിത് എന്താണ് സംഭവിക്കുക എന്നറിയുന്നതിന് കേരളത്തിൽ ആകാംക്ഷയുമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു ആക്ഷൻ പ്ലാൻ? ഷിഹാസ്, മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല ആദ്യമായി ഒരു ബ്രഹ്മാണ്ഡ പദ്ധതി തയ്യാറാക്കിയത്. ഓപ്പറേഷൻ കുബേര, അതായത് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ വേണ്ടി കേരളത്തിലുടനീളം ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കി. അന്ന് കൊണ്ടുപിടിച്ച പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 10 വർഷക്കാലം അധികാരത്തിലില്ലാതിരുന്ന UDF സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുന്നു. രമേശ് ചെന്നിത്തല തന്നെ ആഭ്യന്തരമന്ത്രിയാകുന്നു. അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്താണ് പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പലതവണ വാക്കത്തോൺ അടക്കമുള്ള പരിപാടികൾ നടത്തിയത് ലഹരിക്കെതിരെയായിരുന്നു. അതേ ലഹരിക്കെതിരെ ഒരു കർമ്മ പദ്ധതി, അതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പുതിയ ഒരു കർമ്മ പദ്ധതി. ആ കർമ്മ പദ്ധതി പ്രകാരം ലഹരിയുടെ വേരറക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലെ ലഹരിയുടെ ഉപയോഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വിപണനം മാത്രമല്ല, അതിന്റെ ഉറവിടം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും പൂർണ്ണ പിന്തുണ തേടിക്കൊണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത്. അതിനൊരു വലിയ പദ്ധതി ജൂൺ 1 തീയതിക്ക് മുമ്പ് തന്നെ പൂർത്തീകരിച്ച് അത് ജൂൺ 1 മുതൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സിന്തറ്റിക് ലഹരി, കെമിക്കൽ ലഹരി, ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ലഹരിയുടെയും വേരറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് ആ പദ്ധതി നടപ്പിലായി തുടങ്ങും. അതിന് മാസങ്ങൾ എടുത്തുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കി കേരളത്തിൽ ലഹരി എത്തുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ലഹരി ഒഴുകിയെത്തുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെയുള്ളവർക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലഹരിയുടെ കണ്ണികൾ പൂർണ്ണമായും ഇല്ലാതാവട്ടെ, കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് എന്നേക്കുമായി അവസാനിക്കട്ടെ. മികച്ച ആശയമാണ്, നല്ല തുടക്കമാണ്. അത് അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ തന്നെ അത് നടപ്പിലാവും.